ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്താണ് കേട്ടോ. സെക്കൻഡ് ഇയർ സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ലോങ് വീഡിയോസ് ആണെങ്കിലും ശരി, ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ശരി, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ജോലി, അങ്ങനെ വീട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് വന്നു. ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞത് ഒന്നൊന്നര ഗ്യാപ്പൊന്നുമല്ല, കുറച്ച് നാൾ ഞാൻ വീഡിയോസ് ഇടും, പിന്നെ ഞാനിട്ടില്ല. അതായത് ഞാൻ ഒട്ടും തന്നെ കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല എൻ്റെ വീഡിയോസിൽ. പിന്നെ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് വീഡിയോസ് ഇട്ടിട്ടും എനിക്ക് അതിനുള്ള റെസ്പോൺസ് കിട്ടാണ്ടാവുമ്പോൾ എനിക്ക് വിഷമമായിട്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഇടാണ്ടാവണേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെയും എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാത്ത ആവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാറുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കും. ആ എണ്ണം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ, എനിക്ക് ചെറിയൊരു ഫാമിലി മെമ്പേഴ്സ് അല്ല, എനിക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പറല്ല, അത്യാവശ്യം വലിയൊരു നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടെങ്കിലും, കാരണം അവരെൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാനിനി വീഡിയോസ് ഇടണം എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാനിനി എന്നെ തന്നെ ഒന്ന് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോകാണ്ട് ഒരു 30 ഡേയ്സിൻ്റെ ഒരു ചാലഞ്ച് ഞാനിവിടെ എടുക്കുകയാണ്. അപ്പോൾ ഈ ചാലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു സെൽഫ് ഗിഫ്റ്റ് എന്ന രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല എത്രമാത്രം ഇത് വർക്കൗട്ട് ആവുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിനി ഇന്ന് മുതൽ 30 ദിവസത്തേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് ഇനി വേണ്ടതെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.